വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് വളരെ ചെറിയ ഒരു അധ്യായത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ലാസിമ് മുതഅദ്ദി. സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഫിഅലുകൾ അവയുടെ അമലുകൾക്കനുസരിച്ച് രണ്ട് വിഭാഗമാക്കി തിരിക്കാം. ഒന്ന് ലാസിമ്, മറ്റൊന്ന് മുതഅദ്ദി. ലാസിമ് എന്നാൽ ഹുവ മാ ലാ യൻസിബുൽ മഫ്ഊല ബിഹി, മഫ്ഊല ബിഹിക്ക് നസ്ബ് ചെയ്യാത്ത ഫിഅലുകൾക്കാണ് ലാസിമ് എന്ന് പറയാം. അതിൽ മഫ്ഊല ബിഹി ഉണ്ടാവില്ല, ഉണ്ടാവാത്തത് കൊണ്ടാണ് നസ്ബ് ചെയ്യാത്തത്. അത് ഫായിൽ കൊണ്ട് മാത്രം മതിയാക്കും, അതിന് മഫ്ഊല ബിഹിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ മഫ്ഊല ബിഹിയിലേക്ക് ആവശ്യമില്ലാത്ത ഫിഅലുകൾക്കാണ് ലാസിമ് എന്ന് പറയാം. യക്തഫി അത് മതിയാക്കും, ബി ഫായിലിഹി ഫായിൽ കൊണ്ട് മതിയാക്കും. വലാ യഹ്താജു അത് ആവശ്യമായി വരികയില്ല, ഇല മഫ്ഊല ബിഹി മഫ്ഊല ബിഹിയിലേക്ക് ആവശ്യമായി വരികയില്ല. ഇത്തരം ഫിഅലുകൾക്കാണ് ലാസിമ് എന്ന് പറയാം. ഉദാഹരണം നോക്കൂ. തഫത്തഹ സഹറു, ഫാല നെഹ്റു, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. തഫത്തഹ സഹറു പുഷ്പം വിടർന്നു. പുഷ്പം വിടർന്നു എന്ന് പറയുമ്പോൾ ഇനി അതിനൊരു മഫ്ഊൽ ആവശ്യമില്ല. എന്തിനെ വിടർന്നു അല്ലെങ്കിൽ ആരെ വിടർന്നു എന്ന ചോദ്യത്തിനൊന്നും പ്രസക്തി ഇല്ലല്ലോ. ഫാല നെഹ്റു എന്ന് പറഞ്ഞാൽ പുഴ കവിഞ്ഞൊഴുകി, അതിന് ഫായിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, മഫ്ഊൽ ബിഹി ഉണ്ടാവില്ല. കാരണം എന്തിനെ കവിഞ്ഞൊഴുകി എന്ന് പറയുമ്പോൾ ഇനി ആരെ കവിഞ്ഞൊഴുകി എന്നത് ഒരു മഫ്ഊലിന് അവിടെ പ്രസക്തി ഇല്ല. ഇത്തരം ഫീലുകൾക്കാണ് ലാസിമ് എന്ന് പറയാം. സിമ്പിളായ ഉദാഹരണം പറഞ്ഞാൽ ഖാമ സെയ്ദുൻ, ജലസ സെയ്ദുൻ, സെയ്ദ് നിന്നു അല്ലെങ്കിൽ സെയ്ദ് ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനി ആരെ ഇരുന്നു എന്തിനെ ഇരുന്നു എന്നൊന്നും ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നതുപോലെ. അപ്പോൾ അതൊക്കെ ലാസിമായ ഫീലുകളാണ്. ഇനി മുതഅദ്ദി എന്ന് പറഞ്ഞാൽ തഅദ്ദായ തഅദ്ദ എന്നൊക്കെ പറഞ്ഞാൽ വിട്ടുകിടക്കുക എന്നർത്ഥം. ആ വിട്ടുകിടക്കുന്ന ഫീല്, അതായത് ഫായിലിനെയും വിട്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലുകൾക്കാണ് മുതഅദ്ദി എന്ന് പറയാം. ആ മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുമ്പോൾ മഫ്ഊലിനെ നസ്ബ് ചെയ്യും. ഇങ്ങനെ മഫ്ഊലിനെ നസ്ബ് ചെയ്യുന്ന ഫീലുകൾക്കാണ് മുതഅദ്ദി എന്ന് പറയാം. ഹുവ മുതഅദ്ദി എന്നാൽ അല്ലദി ഒരു ഫീലാണ്, യൻസിബു അത് നസ്ബ് ചെയ്യും, അൽ മഫ്ഊല ബിഹി മഫ്ഊല ബിഹിക്ക് നസ്ബ് ചെയ്യും. അങ്ങനെയുള്ള ഫീലുകൾക്കാണ് മുതഅദ്ദി എന്ന് പറയാം. അപ്പോൾ യഹ്താജു ഇല മഫ്ഊലിൻ ബിഹി മഫ്ഊല ബിഹിക്ക് ആവശ്യമായി വരും. വാഹിദിൻ ഔ അക്സറ ഒന്നോ ഒന്നിൽ കൂടുതലോ മഫ്ഊല ബിഹിയിലേക്ക് അത് ആവശ്യമായി വരും. എന്തിനു വേണ്ടി? ലിയസ്തക്മിലൽ മഅന അർത്ഥം പൂർത്തിയാക്കാൻ വേണ്ടി ഒന്നോ ഒന്നിൽ കൂടുതലോ മഫ്ഊലിലേക്ക് ആവശ്യമായി വരും. ഇങ്ങനെ മഫ്ഊലുകളിലേക്ക് ആവശ്യമായി വരുന്ന മഫ്ഊല ബിഹിക്ക് നസ്ബ് ചെയ്യുന്ന ഫീലുകൾക്കാണ് മുതഅദ്ദി എന്ന് പറയാം. ഇതിന് ഉദാഹരണം നോക്കൂ. അക്കല സഅലബു ദജാജത്തൻ, അക്കല സഅലബു കുറുക്കൻ കഴിച്ചു, ദജാജത്തിന് കോഴിയെ തിന്നു. ഇവിടെ സഅലബു എന്ന ഫായിലിൽ ഒതുങ്ങി നിൽക്കുന്നില്ല അക്കല എന്ന പ്രവൃത്തി. മറിച്ച് തിന്നു എന്ന് പറയുമ്പോൾ എന്തിനെ തിന്നു അല്ലെങ്കിൽ ആരെ തിന്നു എന്നൊരു ചോദ്യമുണ്ട്. ആ പ്രവൃത്തി അക്കല എന്ന പ്രവൃത്തി സഅലബിൽ നിന്ന് ദജാജത്തിലേക്ക് വിട്ടുകിടക്കുന്ന പ്രവൃത്തിയാണ്. ഇത്തരം പ്രവൃത്തികൾക്കാണ് മുതഅദ്ദി എന്ന് പറയാം. അഹ്റഖത്തിൻ നാറു അൽ മനാസില, നാറ് കരിച്ചു കളഞ്ഞു, തീ കരിച്ചു കളഞ്ഞു. അൽ മനാസില വീടുകളെ, തീ വീടുകളെ കരിച്ചു കളഞ്ഞു. ഇവിടെ നാറ് ഫായിലാണ്. തീ എന്തിനെയാണ് കരിച്ചത്? മനാസിലിനെയാണ്. ഈ മനാസിൽ അതിൻ്റെ മഫ്ഊലാണ്. ചിലപ്പോൾ ഒന്നിലധികം മഫ്ഊലുകൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് അഴത്തയിത്തു സെയ്ദൻ ദിർഹമൻ എന്ന് പറയുമ്പോൾ അവിടെ അഴത്തയിത്തു എന്ന ഫീലിന്, അഴത്ത എന്ന ഫീലിൻ്റെ ഫായില് താ എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ മഫ്ഊല് സെയ്ദൻ എന്നുള്ളത് ഒരു മഫ്ഊലാണ്, ദിർഹമൻ എന്നുള്ളത് രണ്ടാമത്തെ മഫ്ഊലാണ്. അഴത്തയിത്തു സെയ്ദൻ ദിർഹമൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്നോ ഒന്നിൽ കൂടുതലോ മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലുകൾക്കാണ് മുതഅദ്ദിയായ ഫീൽ എന്ന് പറയാം. പക്ഷെ ഒരു ഫീൽ ഉണ്ടെങ്കിലും മുത്തഹദ്ദി എന്ന് പറയില്ല അല്ലെ? മഫ്ഊലും ഏത് മഫ്ഊലും ബി ആവശ്യമുള്ള എല്ലാത്തിനും
മുത്താദ്ദിന്ന് പറയും. ഒരു മഫൂലായാലും 2 മഫൂലായാലും 3 മഫൂലായാലും ഒക്കെ മുത്തഅദ്ദി തന്നെയാണ്. മഫൂല് തീരെ ഇല്ലാത്ത ഫീലിനാണ് ലാസിം എന്ന് പറയാം. സാറേ ആ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞില്ല, ഔതൈതു സൈദൻ ദിർഹമന്ന്. അപ്പൊ അതിൽ ഒന്നാമത്തെ മഫ്ഊല് സൈദൻ, രണ്ടാമത്തെ ദിർഹമൻ അല്ലെ? അപ്പൊ നമ്മൾ തിരിച്ചു പറയുകയാണെങ്കിലോ, ഔതൈതു ദിർഹമൻ സൈദൻ എന്ന് പറയുകയാണെങ്കിൽ, അഴ്തൈതു ദിർഹമൻ സൈദൻ എന്ന് പറയുകയാണെങ്കിൽ 2ാം മഫൂൽ ആദ്യം വന്നു, 1ാം മഫൂൽ പിന്നെ വന്നു. അത്രേ ഉള്ളൂ. സൈദനാണ് 1ാം മഫൂൽ വരാം. കാരണം സെയ്ദ് എന്നുള്ളതും ദിർഹം എന്നുള്ളതും നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ഫായിലായി വരാൻ പറ്റിയത് സെയ്ദാണല്ലോ. സെയ്ദിന് ദിർഹം കൊടുക്കുമ്പോൾ ആ ദിർഹം ഏറ്റുവാങ്ങുന്ന ആൾ സെയ്ദാണ്. അപ്പോൾ കൂട്ടത്തിൽ ഫായിലായി വരാൻ പറ്റിയത് ഏതാണോ അതാണ് 1ാം മഫൂലായിട്ട് വരിക. 2 മഫൂൽ തന്നെയാണ്. ഇനി എങ്ങനെ ലി സെയ്ദിൻ എന്ന് പറയുമ്പോൾ അത് ജാർ മജ്റൂറാണ്. പിന്നെ അതിൻ്റെ മഹല്ല് നസ്ബ എന്ന് പറയും. നമ്മൾ ഈ അഴത്തേത്ത് സെയ്ദൻ ലി ദിർഹം എന്ന് പറയുമ്പോൾ അഴത്തേത്ത് ദിർഹമൻ ലി സെയ്ദ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ലാമിൻ്റെ മജ്റൂറാണ് സെയ്ദ്. അതേസമയത്ത് സെയ്ദിന് മഹല്ല് നസ്ബാണെന്ന് പറയും. കാരണം മഴനയിൽ മഫ്ഊലാണത് എന്നെടുക്ക്. അല്ലാതെ നമ്മൾ 1ാം മഫ്ഊലിന്റെ സ്ഥാനത്ത് 2ാം മഫ്ഊലിന്റെ സ്ഥാനത്ത് അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, അവിടെ 1ാം മഫ്ഊൽ അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു മഫ്ഊലേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് ജാർ മജ്റൂറും അങ്ങനെ തന്നെയാണ്. മൊത്തത്തിൽ ജാർ മജ്റൂറും ഒക്കെ ഈ നസ്ബിൻ്റെ മഹല്ലായിരിക്കും. കാരണം അത് ജെറിൻ്റെ അർഫ് കൊണ്ട് വിട്ട് കടത്തിയിട്ടുള്ള മഫ്ഊലുകളാണത്. ഇനി യൻഖസിമുൽ ഫിഅലുൽ മുതഅദ്ദി ഇലാ 4 അഖ്സാമിൻ. മുതഅദ്ദി ആയ ഫിഅൽ 4 ഖിസ്മുകളുണ്ട്. ഒന്ന് മാ യൻസിബു മഫ്ഊലൻ വാഹിദൻ, മറ്റൊന്ന് മാ യൻസിബു മഫ്ഊലൈനി അസ്ലുഹുമാ മുബ്തദഉൻ വ ഖബറുൻ, മറ്റൊന്ന് മാ യൻസിബു മഫ്ഊലൈനി ലൈസ അസ്ലുഹുമാ മുബ്തദഉൻ വ ഖബറുൻ, നാലാമത്തേത് മാ യൻസിബു സലാസത മഫാഇല. ഇങ്ങനെ മുതഅദ്ദിയായ ഫീലുകൾ 4 വിഭാഗമുണ്ട്. ഒന്നാമത്തെ വിഭാഗം മാ യൻസിബു മഫ്ഊലൻ വാഹിദൻ, ഒരു മഫ്ഊലിന് മാത്രം നസ്ബ് ചെയ്യുന്ന മഫ്ഊലുകളാണ് ഒന്നാമത്തേത്. ഒരു മഫ്ഊലിന് മാത്രം നസ്ബ് ചെയ്യുന്നത്. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ലറബ സെയ്ദുൻ അമ്രൻ, സെയ്ദ് അമ്രനെ അടിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു മഫ്ഊലേ ഉണ്ടാവുള്ളൂ. ലറബ സെയ്ദ്, സെയ്ദ് അടിച്ചു ആരെ? അമ്രൻ, അമ്രിനെ. ആ ഒരു മഫ്ഊൽ അതിനുണ്ടാവുള്ളൂ. ഇങ്ങനെ ഒരു മഫ്ഊലിന് നസ്ബ് ചെയ്യുന്ന ഫീലുകളുണ്ട്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് മാ യൻസിബു മഫ്ഊലൈനി അസ്ലുഹുമാ മുബ്തദഉൻ വ ഖബറുൻ. 2 മഫ്ഊലിന് നസ്ബ് ചെയ്യുന്ന ഫീലുകൾ. ആ 2 മഫ്ഊലിന് നസ്ബ് ചെയ്യുമ്പോഴും ആ 2 മഫ്ഊലുകളുടെ അസ്ല് മുബ്തദവും ഖബറുമാണ്. അങ്ങനെ മുബ്തദവും ഖബറുമായിരുന്ന ഇതിലേക്ക് ഒരു ഫീല് പ്രവേശിച്ചു. അങ്ങനെ ഫീല് പ്രവേശിച്ചപ്പോൾ അത് 2 മഫ്ഊലായി മാറി. ഇങ്ങനെയുള്ള മഫ്ഊലുകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ലനൻതു സെയ്ദൻ ആലിമൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ സെയ്ദുൻ ആലിമുൻ എന്ന മുബ്തദ ഖബർ, അതിലേക്കാണ് ഈ ലനൻതു എന്ന ഫീല് പ്രവേശിക്കുന്നത്. ലനൻതു പ്രവേശിച്ചതിന് ശേഷം സെയ്ദ് 1ാമത്തെ മഫ്ഊലാണ്, ആലിമ് 2ാമത്തെ മഫ്ഊലുമാണ്. ഏതാവട്ടെ ആ 2 മഫ്ഊലുകളുടെ അസ്ല് അത് മഫ്ഊലുകളൊക്കെ ആവുന്നതിന് മുമ്പ് എന്താ മുബ്തദയും ഖബറുമാണ്. ഇങ്ങനെയുള്ള 2 മഫ്ഊലേക്ക് വിട്ടുകിടക്കുന്ന ഫീലുകളുണ്ട്. അതിനാണ് അഫ്ആലുൽ ഖുലൂബ് എന്ന് പറയാം. അഫ്ആലുൽ ഖുലൂബ്. ഈ അഫ്ആലുൽ ഖുലൂബ് ഒരുപാടുണ്ട്. അഫ്ആലുൽ ഖുലൂബിനെ തന്നെ നമുക്ക് 3 കാറ്റഗറിയാക്കി തിരിക്കാം. ഒന്ന് മാ തുഫീദു ശക്ക മഅ മൈലിൻ ഇല റുജ്ഹാൻ, ഷക്കിനെ അറിയിക്കുന്ന ഫീലുകൾ. ഷക്ക് എന്ന് പറയുമ്പോൾ ഉറപ്പില്ല, സംശയമാണ്. അങ്ങനെ സംശയമാകുമ്പോൾ തന്നെയും മഅ മൈലിൻ ഇല റുജ്ഹാൻ, റുജ്ഹാനിലേക്ക് ഒരു
കൂടുതൽ പ്രബലം, കൂടുതൽ ഉറപ്പിലേക്ക് ചായ്വുള്ളത് കേട്ടോ, ഉറപ്പിലേക്ക് ചായ്വുള്ളത്. ഇപ്പോൾ 50% നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഫീലുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ലന്ന എന്ന ഫീല്, അവിടെ ഇപ്പോൾ ലനന്തു സെയ്ദൻ ആലിമൻ എന്ന് പറയുമ്പോൾ സെയ്ദ് ആലിമാണെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുമ്പോൾ അത് ഉറപ്പൊന്നുമില്ല, പിന്നെന്താണുള്ളത്? സംശയമാണ്. സംശയമാകുമ്പോൾ തന്നെയും അത് കുറച്ച് കൂടുതൽ ഉറപ്പുണ്ട്. ഒരു എന്തല്ല, അത് 50-50 അല്ല, മറിച്ച് ഒരു 75% നമുക്ക് ഉറപ്പുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് തന്നെ ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് ശേഷമുള്ള ഫീലൊക്കെ. ഹസിബ, ഖാല, സഅമ, ജഅല, അദ്ദ, ഹജ, ഹബ്, ഇങ്ങനെ ഒരുപാട് ഫീലുകൾ. ഇതൊക്കെ ഈ ഷക്കിന് നേടിത്തരുന്ന ഫീലുകളാണ്. സഅംതു സെയ്ദൻ ആലിമൻ, ഞാൻ സെയ്ദിന് ആലിമാണെന്ന് വിചാരിച്ചു, ഒക്കെ അർത്ഥം തന്നെയാണ്. ഞാൻ വിചാരിച്ചു എന്നൊക്കെ തന്നെയാണ് അർത്ഥം വരാം. ഇനി അടുത്ത അഫ്ആലുൽ ഖുലൂബിൽപ്പെട്ട രണ്ടാമത്താണ് മാ യുഫീദുൽ യഖീന, ഉറപ്പിനെ നേടിത്തരുന്ന ഫീലുകൾ. മാ യുഫീദുൽ യഖീന. അപ്പോൾ ഞാൻ സെയ്ദ് ആലിമാണെന്ന് ഉറപ്പിച്ചു, അങ്ങനെ ഉറച്ച് വിചാരിച്ചു എന്നൊക്കെ, ഉറപ്പിച്ച് മനസ്സിലാക്കി എന്നൊക്കെ അർത്ഥം വരുന്ന ഫീല്. അതാണ് റഅ, അലിമ, വജദ, അൽഫ, ദറ, തഅല്ലം എന്ന ഫീലുകൾ. ഇപ്പോൾ റഅ എന്ന് പറയുമ്പോൾ റഅയ്തു സെയ്ദൻ ആലിമൻ, ഞാൻ സെയ്ദ് ആലിമാണെന്ന് ഞാൻ മനസ്സിലാക്കി, അങ്ങനെ ഉറപ്പിച്ചു, ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് മനസ്സിലാക്കി എന്ന ആ അർത്ഥത്തിന്. അലിംതു സെയ്ദൻ ആലിമൻ, സെയ്ദ് ആലിമാണെന്ന് ഞാൻ അറിഞ്ഞു. അറിഞ്ഞു പറയുമ്പോൾ അത് സംശയമല്ല, നമുക്ക് ഉറപ്പായി, സെയ്ദ് ആലിമാണെന്ന് ഞാൻ എന്ത് ചെയ്തു, അവിടെ അറിഞ്ഞു, ഉറപ്പിച്ചു. ഇങ്ങനെ ഉറപ്പിനെ നേടിത്തരുന്ന ഫീലുകളുണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റൊരു ഫീലാണ് മാ യുഫീദു തഹ്വീല ഷൈഇ മിൻ ഹാലിൻ ഇല ഹാലിൻ, തഹ്വീലിൻ്റെ മേലെ അറിയിക്കുന്ന ഫീലുകൾ. തഹ്വീൽ എന്ന് പറഞ്ഞാൽ തെറ്റുക എന്ന വാക്കിൻ്റെ അർത്ഥം, അതായത് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുക, ഇതിനെ അറിയിക്കുന്ന ഫീലുകൾ. ഇപ്പോൾ ജഅൽതു സെയ്ദൻ ആലിമൻ, ജഅല, ഞാൻ സെയ്ദിനെ ആലിമാക്കി എന്ന് പറയുമ്പോൾ സെയ്ദ് നേരത്തെ ആലിമായിരുന്നില്ല, ഇപ്പം എന്ത് ചെയ്തു, ആലിമാക്കി. അപ്പോൾ നേരത്തെ ഒരവസ്ഥയിലായിരുന്നു, ആ അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് അവനെ മാറ്റി. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുക, തഹ്വീൽ ചെയ്യുക, ഈ അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഫീലുകളാണ് മറ്റൊരു കാറ്റഗറി. അപ്പോൾ ഇങ്ങനെ രണ്ട് മഫ്ഊല്, ആ രണ്ട് മഫ്ഊലേക്ക് വിട്ടു കിടക്കുന്ന ഫീലുകൾ. അതെ, ജഅൽതു സെയ്ദൻ ആലിം എന്ന് പറയുമ്പോൾ സെയ്ദുൻ ആലിം, അതെ. അപ്പോൾ ഇങ്ങനെ അസ്ല് മുബ്തദവും ഖബറും ആയ രണ്ട് മഫ്ഊലിലേക്ക് വിട്ടു കിടക്കുന്ന ഫീലുകൾ അഫ്ആലുൽ ഖുലൂബും ഉണ്ട്, അഫ്ആലുൽ തഹ്വീലും ഉണ്ട് കേട്ടോ. അഫ്ആലുൽ ഖുലൂബ് ആദ്യം പറഞ്ഞ രണ്ട് കാറ്റഗറി, മാ യുഫീദു ശക്ക, അതുപോലെ മാ യുഫീദുൽ യഖീന എന്നൊക്കെ പറഞ്ഞത് അഫ്ആലുൽ ഖുലൂബാണ്. മൂന്നാമത് പറഞ്ഞത് അഫ്ആലുൽ തഹ്വീലാണ്. അതിനൊക്കെ രണ്ട് മഫ്ഊലുകളുടെ അസ്ല് അത് മുബ്തദവും ഖബറും ആയിരിക്കും. അപ്പോൾ മുതഅദ്ദിയായ ഫീലുകളുടെ 4 കാറ്റഗറിപ്പെട്ട ഒന്നാമത്തെ കാറ്റഗറി ഒരു മഫ്ഊലിലേക്ക് വിട്ടു കിടക്കുന്നത്, രണ്ടാമത്തെ കാറ്റഗറി രണ്ട് മഫ്ഊലിലേക്ക് വിട്ടു കിടക്കും, പക്ഷേ ആ രണ്ട് മഫ്ഊലിൻ്റെ അസ്ല് മുബ്തദവും ഖബറുമായിരുന്നു. അങ്ങനെ ഇനി മൂന്നാമത്തെ കാറ്റഗറി മാ യൻസിബു മഫ്ഊലൈനി ലൈസ അസ്ലുഹുമാ മുബ്തദഅൻ വ ഖബറൻ, രണ്ട് മഫ്ഊലിലേക്ക് വിട്ട് കിടക്കും, രണ്ട് മഫ്ഊലിലേക്ക് നസ്ബ് ചെയ്യും. എങ്ങനത്തെ രണ്ട് മഫ്ഊലാണ്? ലൈസ അസ്ലുഹുമാ, ആ രണ്ട് മഫ്ഊലുകളുടെ അസ്ല് അല്ല മുബ്തദഅൻ വ ഖബറൻ, മുബ്തദവും ഖബറും അല്ല. ലൈസ അസ്ലുഹുമാ മുബ്തദഅൻ വ ഖബറൻ. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്, കസീറും ധാരാളമുണ്ട്. അതിൽ പെട്ടതാണ് അഴ്ത്ത, സഅല, കസ, ഇത്തരം ഫീലുകൾ. അഴ്ത്ത ഞാൻ നൽകി, അഴ്തൈതു സെയ്ദൻ ദിർഹമൻ. സഅല സഅൽതു ഉമ്മി തുആമൻ, ഉമ്മയോട് ഞാൻ ഭക്ഷണം ചോദിച്ചു. ഉമ്മ ഒന്നാമത്തെ മഫ്ഊലാണ്, തുആമൻ എന്നുള്ളത് രണ്ടാമത്തെ മഫ്ഊലാണ്. കസൈത്തു അല്ലെങ്കിൽ കസൗത്തു സെയ്ദൻ ജുബ്ബത്തൻ, സെയ്ദിന് ഞാൻ ജുബ്ബ ധരിപ്പിച്ചു. ഇങ്ങനെ ധാരാളം ഫീലുകൾ
നമുക്ക് പറയാൻ പറ്റും. അവിടെ ഇപ്പോൾ കസൗത്തു സെയ്ദൻ ജുബ്ബത്തൻ എന്ന് പറയുമ്പോൾ ആ സെയ്ദ് എന്നുള്ളതും ജുബ്ബ എന്നുള്ളതും അസിൽ മുബത്ത ഖബർ അല്ലല്ലോ. സെയ്ദ് ജുബ്ബയാകുന്നു എന്ന് മുബത്ത ഖബറായിട്ട് പറയാൻ പറ്റില്ല. അഴത്തേത് സെയ്ദൻ ദിർഹം എന്ന് പറയുമ്പോൾ സെയ്ദ് ദിർഹമാണ് എന്ന് മുബത്ത ഖബറായിട്ട് പറയാൻ പറ്റില്ല. സഅൽതു ഉമ്മി തുആമൻ, എൻ്റെ ഉമ്മ തുആമാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മുബത്ത ഖബർ അല്ല അസലില്ല. ഇങ്ങനെ അസലിൽ മുബത്ത ഖബറും അല്ലാത്ത രണ്ട് മഫൂലേക്ക് വിട്ടെടുക്കുന്ന ഫെയിലുകൾ. ഇതാണ് മൂന്നാമത്തെ കാറ്റഗറി. നാലാമത്തെ കാറ്റഗറി മായൻസിബു സലാസത്ത മഫായില, 3 മഫൂലുകളിലേക്ക് വിട്ടുകിടക്കുന്ന 3 മഫൂലേക്ക് നസ്ബ് ചെയ്യുന്ന ഫീലുകൾ. അതാണ് അറ, അലമ, അംബ, അഖ്ബറ, ഖബ്ബറ, ഹദ്ദസ. ഇതൊക്കെ അർത്ഥം അറിയിച്ചു കൊടുത്തു എന്നൊക്കെയാണ് അർത്ഥം. അറയിത്തു അല്ലെങ്കിൽ അലംതു സെയ്ദൻ ബക്കറൻ ആലിമൻ എന്ന് പറഞ്ഞാൽ സെയ്ദിനെ പറ്റി അമ്രിന് അവൻ ആലിമാണ് എന്ന് അറിയിച്ചു കൊടുത്തു എന്ന അർത്ഥം. ഇപ്പോൾ അലംതു സെയ്ദൻ ബക്കറൻ ആലിമൻ എന്ന് പറഞ്ഞാൽ അലംതു ഞാൻ അറിയിച്ചു കൊടുത്തു, സെയ്ദൻ സെയ്ദിനെ അറിയിച്ചു കൊടുത്തു, ബക്കറൻ ബക്കറിനെ കുറിച്ച്, ആലിമൻ ആലിമാണെന്ന് അറിയിച്ചു കൊടുത്തു. അത് സെയ്ദ് എന്നുള്ളതും ബക്കർ എന്നുള്ളതും ആലിം എന്നുള്ളതൊക്കെ മഫ്ഊലാണ്. ഇങ്ങനെ 3 മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലുകൾ. ഇതാണ് മൂന്നാമത്തെ കാറ്റഗറി നമ്മളെ മുത്തഅദ്ദിയായ ഫീലുകളിൽ. നാലാമത്തെ കാറ്റഗറി ഇനി ലാസിമായ ഫീലിനെ മുത്തഅദ്ദി ആക്കലുണ്ട്. എങ്ങനെയാണ് ലാസിമിനെ മുത്തഅദ്ദി ആക്കുക? ചില സന്ദർഭത്തിൽ വേണ്ടി വരും. മുത്തഅദ്ദിയത്തുൽ ലാസിമി ഫി സുലാസിയിൽ മുജറദി ഇമ്മാ ബി തദ്ഈഫിൽ ഐനി വ ഇമ്മാ ബിൽ ഹംസത്തി. സുലാസി മുജറദായ ഫീലുകൾ ഉണ്ടാവില്ല, 3 അക്ഷരങ്ങൾ മാത്രമുള്ള ഫീലുകൾ. ഇങ്ങനെ 3 അക്ഷരം മാത്രമുള്ള ലാസിമായ ഫീലുകളെ മുത്തഅദ്ദിയാക്കാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യുക? ഐൻ ഫീലിനെ ഇരട്ടിപ്പിക്കുക. ഇപ്പോൾ ഫരിഹ, ഫറഹ. ഫരിഹ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു എന്നാണ് അർത്ഥം. ഈ സന്തോഷിച്ചു എന്നുള്ളത് ലാസിമായ ഫീലാണ്. അതിന് പിന്നെ മഫ്ഊലൊന്നും ഉണ്ടാവില്ല. ഫരിഹ സെയ്ദുൻ, സെയ്ദ് സന്തോഷിച്ചു. ഫറഹൻ ഷദീദ, അങ്ങേറ്റ സന്തോഷിച്ചു എന്നൊക്കെ പറയും. ഏതാണ്ട് ഫരിഹ എന്നുള്ളത് ലാസിമാണ്. അതിന് മുത്തഅദ്ദിയാക്കുമ്പോൾ ഫറഹ അതിൻ്റെ ഐൻഫീൽ ഇരട്ടിപ്പിച്ചു. റാ ആണ് ഐൻഫീൽ, ഫാഫീലിന് 1ാമത്തെ അക്ഷരം, ഐൻഫീൽ 2ാമത്തെ അക്ഷരം, ലാംഫീൽ 3ാമത്തെ അക്ഷരം. അപ്പോൾ 2ാമത്തെ അക്ഷരത്തെ ഇരട്ടിപ്പിച്ചു, ഫറഹ എന്നാക്കി, ഫഅല വസനിലേക്ക് മാറ്റി. അപ്പോൾ അതിനർത്ഥം സന്തോഷിപ്പിച്ചു എന്നായി. ഇപ്പോൾ ഇത് മുത്തഅദ്ദിയാണ്. ഇപ്പോൾ എന്താ അതിന് ഫായിലും മഫ്ഊലൊക്കെ ഉണ്ടാവും. ഫറഹ്തു സെയ്ദൻ, ഞാൻ സെയ്ദിനെ സന്തോഷിപ്പിച്ചു. ഫറഹ്തു ഞാൻ ഫായിലാണ്, തൂ എന്നുള്ള ഫായിലാണ്. സെയ്ദൻ സെയ്ദിനെ സന്തോഷിപ്പിച്ചു. സെയ്ദ് മഫ്ഊലാണ്. മഫ്ഊലേക്ക് വിട്ടുകിടക്കുന്ന ഫീലായി മാറിപ്പോൾ. എന്നപോലെ നലുഫ, നല്ലഫ. നലുഫ എന്നാണ് വൃത്തിയുള്ളതായി എന്നാണ്. അത് ലാസിമാണ്. ഇനി അതിനെ മുത്തഅദ്ദിയാക്കുന്നതാണ് നല്ലഫ. നല്ലഫ എന്ന വൃത്തിയാക്കി. ഇപ്പോൾ നല്ലഫ്തു മസ്ജിദൻ, ഞാൻ പള്ളി വൃത്തിയാക്കി. അല്ലെങ്കിൽ നല്ലഫ്തു ബൈത്തി, ഞാൻ എൻ്റെ വീട് വൃത്തിയാക്കി എന്നൊക്കെ പറയും. അപ്പോൾ നലുഫ എന്ന ലാസിമായ ഫീലിനെ അതിന് ഐൻഫീലിനെ ഇരട്ടിപ്പിച്ചുകൊണ്ട് അതിനെ മുത്തഅദ്ദിയാക്കി. നല്ലഫ മഫ്ഊലുണ്ട്. അപ്പോൾ അതിന് അടുത്താണ് ഹസുന. ഹസുന എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളവനായി, ഭംഗിയുള്ളതായി എന്നാണ്. അതിനെ ഇനി ഭംഗിയാക്കി എന്നർത്ഥം. ഒരു മുത്തഅദ്ദിയാക്കുമ്പോൾ എന്ത് ചെയ്യുക? ഹസ്സന എന്നാക്കും. മുത്തഅദ്ദിയാക്കാൻ വേണ്ടി ഹസ്സന എന്നാക്കി, ഐൻഫീൽ ഇരട്ടിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ സുലാസി മുജറദിനെ മുത്തഅദ്ദിയാക്കാനുള്ള ഒരു മാർഗം ഐൻഫീലിനെ ഇരട്ടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് അതിനെ ഫഅല വസനിലേക്ക് മാറ്റാം. ഫഅല എന്നതിനെ ഫഅല വസനിലേക്ക് മാറ്റാം. 2ാമത്തെ മാർഗം വ ഇമ്മാ ബിൽ ഹംസത്തി, ഹംസ ഉപയോഗിച്ചുകൊണ്ട്, തുടക്കത്തിൽ ഹംസ കൊടുത്തുകൊണ്ട്. ഇപ്പോൾ ജലസ, അജ്ലസ. അപ്പോൾ നേരത്തെ ഫഅല വസനിലേക്ക് മാറ്റിയതായിരുന്നു, ഇപ്പോൾ അഫ്അല വസനിലേക്ക് മാറ്റാം. സുലാസി മസീദിൽപ്പെട്ട വസനുകളാണല്ലോ ഫഅല, അഫ്അല ഒക്കെ. അപ്പോൾ അഫ്അല വസനിലേക്ക് മാറ്റിയാൽ മതി, മുത്തഅദ്ദിയാക്കാൻ പറ്റും. ഉദാഹരണത്തിനൊക്കെ ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നാണ്. അജ്ലസ എന്ന് പറഞ്ഞാൽ ഇരുത്തി എന്നാണ്. ജലസ ലാസിമാണ്, അതിന് മഫ്ഊലൊന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് അതിനെ മഫ്ഊലാക്കി അജ്ലസ എന്നാക്കിക്കൊണ്ട് തുടക്കത്തിൽ ഹംസ ചേർത്ത് കൊടുത്തു. അജ്ലസ എന്ന് പറയുമ്പോൾ ഞാൻ മഫ്ഊലുണ്ടാവും. അജ്ലസ്തു സെയ്ദൻ, ഞാൻ സെയ്ദിനെ ഇരുത്തി. അപ്പോൾ സെയ്ദ് മഫ്ഊലായി.
അതേപോലെ ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ്. പുറപ്പെട്ടു എന്നുള്ളതിന് ഒരു ഫായിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഖറജ സെയ്ദുൻ, സെയ്ദ് പുറപ്പെട്ടു. വീട്ടിൽ നിന്നാണെങ്കിൽ മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അതിന് മഫ്ഊൽ ഉണ്ടാവില്ല. അതായത് പുറത്താക്കി, സെയ്ദിനെ പുറത്താക്കി എന്ന് പറയുമ്പോൾ അതിന് മഫ്ഊൽ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ പുറത്താക്കി എന്നുള്ള മുത്തഅദ്ദി അർത്ഥം കിട്ടാൻ എന്ത് ചെയ്യേണ്ടത്? ഈ ഖറജയുടെ തുടക്കത്തിൽ ഹംസ ചേർത്ത് കൊടുക്കുക. അഖ്റജ. നേരത്തെ പറഞ്ഞ പോലെ ഖറജ എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഖറജ പറ്റും, അഖ്റജ പറ്റും. അതിൽ ഖാമ, അഖാമ. ഖാമ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? നിന്നു എന്നാണ്. അതിൽ ആസിമാണ്. അതിന് മുത്തഅദ്ദി ആക്കാൻ വേണ്ടി ഹംസ ചേർത്ത് കൊടുത്തു. അഫ്അല വസനിലേക്ക് മാറ്റി അഖാമ എന്നാക്കി. ഖാമ എന്നതിൻ്റെ അസല് ഖവമ എന്നാണ്. അത് കാമ എന്നായി മാറും. അഖാമ എന്നതിൻ്റെ അസല് അക്വമ എന്നാണ്. അത് കാമ എന്നായി മാറും, അക്കാമ എന്നായി മാറും. അസലൊക്കെ അറിയില്ലേ? കാമ അസല് ഒരു ടെസ്റ്റ് ഉണ്ട്. അറിയില്ല, അസല് കണ്ടെത്താൻ കുറച്ചൊരു കഴിഞ്ഞ UP എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ? ഏതോ ഒരു അതിന്റെ അസല് എന്താ ഖബറാണോന്ന് ചോദ്യം എങ്ങനെ ഓർക്കുന്നുണ്ടോ? ഞാൻ നോക്കിയിട്ടില്ല ചോദ്യം. അത് പക്ഷെ ആൻസർ ലൈസ എന്നാ വന്നത്. ലൈസ അസ്ലൂമ മുബ്തദ ഖബർ. മുബ്തദയായ ഫീലിനെ കൊടുത്തു. ഇത് ഈ മുബ്തദയായ ഈ പദവേർഡ് മുബ്തദ ഖബറാണോ അതിന്റെ അസ്ൽ എന്ന് ചോദിച്ചത്. അഫ്അൽ ഖുലൂബിൽ പെട്ടതാണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. അങ്ങനെയൊക്കെ മതി. അത് നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ ഉള്ളതാണെങ്കിൽ അഫ്അൽ ഖുലൂബിലോ അതെ ആ ചോദ്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ മറുപടി പറയായിരുന്നു. നിങ്ങൾക്ക് തന്നെ മറുപടി പറയാൻ പറ്റും. ഇവിടെ നമുക്ക് കാമന്റെ എന്താ ചോദിച്ചോ? പിന്നെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ക്ലിയർ ആവണില്ല. ഹലോ, കേൾക്കാവോ? കേൾക്കാം, ചോദിക്കൂ. സർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ചോദിക്കൂ. എന്നുള്ള സെന്റൻസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട്, മന്നാണോ മിന്നാണോ എന്നൊന്നും എനിക്കറിയില്ല, അത് തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാ വായിക്കുക ആ സെന്റൻസ്? മൻ അസ്അദന്നാസാന്നോ? അതെങ്ങനെ വായിക്കാൻ പല രൂപത്തിൽ വായിക്കാം, പല അർത്ഥങ്ങളും. എന്നാലും നമ്മൾ ശരിക്കും ഒരു സാർക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ തോന്നുക? മഞ്ഞനെ ഫസ്റ്റ് പറയുക, പിന്നെയും മഞ്ഞന്നെയാണോ വരുന്നത്? അതിന്റെ മീനിങ് എന്താ വരിക? ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോ ഒന്ന് ഇങ്ങനെ ജനങ്ങളിൽ ഏറ്റവും സൗഭാഗ്യവാനാണ് മിൻ അസ്അദിന്നാസി മൻ അസ്അദന്നാസ ഇങ്ങനെ വരാം. അങ്ങനെ ജനങ്ങളുടെ ഏറ്റവും വിജയികളിൽ പെട്ടവൻ മൻ അസ്അദന്നാസ ജനങ്ങളെ വിജയിപ്പിക്കുന്നവനാണ്. മിൻ അസ്അദിന്നാസി മിൻ അസ്അദിന്നാസി മൻ അസ്അദന്നാസ അങ്ങനല്ലേ? മിൻ അസ്അദിന്നാസി അപ്പോൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വിജയികളിൽ പെട്ടവനാണ് മൻ ഒരുത്തൻ, അസ്അദ അവൻ വിജയിപ്പിച്ചു, അന്നാസ ജനങ്ങളെ. അപ്പൊ ജനങ്ങൾ വിജയിക്കാൻ കാരണക്കാരനായ വായിക്കാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ സാറ് പറഞ്ഞപ്പോ മനസ്സിലായി. ഇവിടെ അല്ലേ മിനസ് അദിന്നാസി മനസ് അദന്നാസ. ഓക്കെ, ഇനി നമുക്ക് കാമൻ്റെ അസ്റൊന്ന് പറഞ്ഞു നോക്കാം വെറുതെ കേട്ടോ. ഇത് സൊറഫിൽ പഠിക്കാനുള്ള വിഷയങ്ങളാണ്.
കാമ എന്നതിൻ്റെ അസിൽ കവമ എന്നാണ്. ഈ വാവ് മറിഞ്ഞ് അലിഫായതാണ് കാമ. നിയമം എങ്ങനെയാണെന്ന് വെച്ചാൽ വാവ് മുത്തഹല്ലിക്കും മുമ്പുള്ള അക്ഷരം മഫ്തൂഹുമായാൽ വാവിനെ മറിച്ച് അലിഫാക്കണം എന്നാണ് നിയമം. ഇവിടെ വാവ് മുത്തഹല്ലിക്കാണ്. മുത്തഹല്ലിക്ക് എന്നാണ് ഹർക്കത്തുള്ളത്. വാവിനിവിടെ ഹർക്കത്തുണ്ട്. മുമ്പുള്ള അക്ഷരം മഫ്തൂഹായ പദവുമാണ്. ഖാഫ് ഫത്ഹാണല്ലോ. അപ്പോൾ ഈ വാവിനെ മറിച്ച് അലിഫാക്കി മറിക്കാം. അങ്ങനെയാണ് കവമ എന്നുള്ളത് കാമ എന്നായി മാറിയത്. ഇനി അക്കാമ എന്നുള്ളതിൻ്റെ അസിൽ അക്വാമ എന്നാണ് അഫ്അല വസനക്ക്. അതെങ്ങനെയാണ് അക്കാമ എന്നായി മാറിയത്? അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാവ് മുത്തഹല്ലിക്ക് മാഖബല മഫ്തൂഹ് എന്ന് പറയാനില്ല. കാരണം അതിന് മുമ്പുള്ള അക്ഷരം എന്താണ്? സുക്കൂനാണുള്ളത്. പിന്നെ എങ്ങനെയാണ് ആ വാവ് മറിഞ്ഞ് അലിഫായത്? ഒന്നാമത് ചെയ്യേണ്ടത് വാവ് മുത്തഹല്ലിക്കും അതിന് മുമ്പുള്ള അക്ഷരം സ്വഹീഹായ സാക്കിനും ആയപ്പോൾ വാവിൻ്റെ ഹർക്കത്തിന് മുമ്പുള്ള അക്ഷരത്തിലേക്ക് നീക്കി. വാവ് ഇല്ലത്തിൻ്റെ അക്ഷരമാണല്ലോ. ആ വാവിന് ഹർക്കത്ത് ഉണ്ടാവും ചെയ്യുക. അതിന് മുമ്പുള്ള സ്വഹീഹായ അക്ഷരത്തിന് സുക്കൂനാവും ചെയ്യുക. അത് സഹിക്കാൻ പറ്റൂല. അപ്പോൾ ആ വാവിൻ്റെ ഹർക്കത്തിന് മുമ്പുള്ള സ്വഹീഹായ അക്ഷരത്തിലേക്ക് നമ്മൾ നീക്കം ചെയ്യും. അപ്പോൾ അത് അക്ക വ് മ എന്നായി. ഇനി വാവ് നേരത്തെ ഹർക്കത്തുള്ളതായിരുന്നു, അസ്ലിൽ ഹർക്കത്തുള്ളതായിരുന്നു. ഇപ്പോൾ മുമ്പുള്ള അക്ഷരം മഫ്തൂഹ് ആവും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ വാവിനെ മറിച്ച് അലിഫാക്കി. അങ്ങനെയാണ് അക്കാമ എന്നായി മാറിയത്. രണ്ടിൻ്റെ അസ്ലിൽ ചെറിയ മാറ്റമുണ്ട്, ശ്രദ്ധിച്ചോ. കാമ എന്നുള്ളിടത്ത് വാവ് മുത്തഹല്ലിക്ക് മാഖബൽ മഫ്തൂഹ് ആയപ്പോൾ വാവിനെ മറിച്ച് അലിഫാക്കി. പിന്നെ അക്വാമ എന്നുള്ളിടത്ത് ആദ്യം വാവിൻ്റെ ഹർക്കത്തിന് മുമ്പുള്ള ഖാഫിലേക്ക് നീക്കം ചെയ്യുന്നുണ്ട്. കാരണം വാവ് മുത്തഹല്ലിക്കും മാഖബുല സ്വഹീഹായ സാക്കിനായപ്പോൾ വാവിൻ്റെ ഹർക്കത്തിന് മുമ്പുള്ള അക്ഷരത്തിലേക്ക് നീക്കി. അങ്ങനെ അഖവുമ എന്നായി. എന്നിട്ട് പിന്നെ വാവ് ഇപ്പോൾ സാക്കിനാണുള്ളത്. പക്ഷേ വാവ് അസ്ലിൽ നേരത്തെ അത് മുത്തഹല്ലിക്കായിരുന്നു. ഇപ്പോൾ മുമ്പുള്ള അക്ഷരം മഫ്തൂഹുമാണ്. അങ്ങനെ വന്നപ്പോൾ വാവിനെ മറിച്ച് അലിഫാക്കി. അങ്ങനെയാണ് അക്കാമ എന്നായത്. രൂപത്തിലാണ് അസ്ലി പറയൽ കേട്ടോ. ഓക്കെ, ഏതായാലും നമുക്ക് വിഷയം കാമ എന്നതിനെ മുത്തഅദ്ദിയാക്കാൻ വേണ്ടി അക്കാമ അഫ്അല വസനിലേക്ക് നീക്കി. ഇപ്പോൾ ഈ രണ്ട് രൂപം, ഇപ്പോൾ ഫഅല വസനിലേക്ക് മാറ്റുന്നതും അഫ്അല വസനിലേക്ക് മാറ്റുന്നതും ഈ സുലാസി മുജറദിനെ മാത്രമേ ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നക്ഷരത്തേക്കാൾ അധികരിച്ച ഫീലുകളാവുമ്പോൾ അവിടെ ഐൻ ഫീൽ ഇരട്ടിപ്പിക്കാനോ എങ്കിലും അംസ ചേർത്ത് കൊടുക്കാനോ ഒന്നും പറ്റില്ല. ഇനി മൂന്നാമത് പറയുന്ന രൂപം വതഅദിയത്തുൽ ലാസിമി ഫി സുലാസി വറുബാഇ ബിനൗഇഹിമ അൽ മുജറദി വൽ മസീദ് ഫിഹി ബിഹർഫിൽ ജർ. ആ മൂന്നാമത് പറയുന്ന രൂപം അതെല്ലാ ഫീലിനെയും മുത്തഅദ്ദിയാക്കാൻ പറ്റുന്ന രൂപമാണ്. അത് സുലാസീനെയും റുബാഇനെയും. അതന്നെ സുലാസി തന്നെ മുജറദ് ഉണ്ട്, മസീദ് ഉണ്ട്. റുബാഇയും അതേപോലെ മുജറദ്, മസീദ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങി ഏത് വസനിൽ വന്ന ഫീലാണെങ്കിലും അതിനൊക്കെ മുത്തഅദ്ദിയാക്കാൻ പറ്റുന്ന രൂപമാണ് മൂന്നാമത്തെ രൂപം. ആ രൂപം എന്താണ്? ബി ഹർഫിൽ ജർ. ജറിൻ്റെ ഹർഫ് കൊണ്ട് മുത്തഅദ്ദിയാക്കലാണ്. ജറിൻ്റെ ഹർഫ് അവസാനം ചേർത്ത് കൊടുത്തുകൊണ്ട്. ഉദാഹരണത്തിന് ദഹബ സെയ്ദുൻ, സെയ്ദ് പോയി എന്നാണ് ഇതിനർത്ഥം. ദഹബ സെയ്ദുൻ. ഈ ദഹബ സെയ്ദുൻ എന്നതിനെ മുത്തഅദ്ദിയാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ദഹബ ബി സെയ്ദിൻ, അല്ലെങ്കിൽ ദഹബ സെയ്ദുൻ ബി അംരിൻ, സെയ്ദ് അമ്രിനെ കൊണ്ടുപോയി. ഇപ്പോൾ ദഹബ സെയ്ദുൻ ബി അമ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ദഹബ സെയ്ദ് ഫായിലാണ്, ഈ അമ്രു മഫ്ഊലാണ് അല്ലേ. എന്തുകൊണ്ട്? അമ്രിനെ കൊണ്ടുപോയി എന്നാണല്ലോ. അപ്പോൾ അമ്രു മഫ്ഊലായി. നേരത്തെ ദഹബ സെയ്ദുൻ, സെയ്ദ് പോയി എന്നതിനർത്ഥം. ബാഗ് കൊടുത്തപ്പോൾ ദഹബിൻ്റെ ശേഷം ജറിൻ്റെ അർഫ് കൊടുത്തപ്പോൾ കൊണ്ടുപോയി എന്നർത്ഥം വന്നു. അപ്പോൾ അതിന് മുത്തഅദ്ദിയായി. ഈ അമ്രു എന്നുള്ളത് മഫ്ഊലാണ്. നേരത്തെ ചോദിച്ചതുപോലെ അമ്രു എന്നുള്ള ഇവിടെ എന്താണ്? മഫ്ഊലാണ്. പക്ഷേ മജ്റൂറാണ്, മഹല്ല് നസ്ബാണെന്ന് പറയാം. പിന്നെ ഇൻതലഖ സെയ്ദുൻ, അർത്ഥം സെയ്ദ് പോയി തന്നെ കേട്ടോ. ഇൻതലഖ എന്നതിനർത്ഥം പോയി തന്നെയാണ് അർത്ഥം. ഇൻതലഖ സെയ്ദുൻ, സെയ്ദ് പോയി. അവിടെ ഇൻതലഖ സെയ്ദുൻ ബി അംരിൻ, സെയ്ദ് അമ്രിനെ കൊണ്ടുപോയി. ഇവിടെ ദഹബ എന്നുള്ളത് സുലാസി മുജറദാണ്.
ഇന്തലക്ക എന്നുള്ളത് സുലാസി മസീദാണ്. അപ്പോൾ സുലാസി ആയാലും മൂന്നക്ഷരമുള്ള ഫീലായാലും അല്ല ഏറെ ഉള്ള ഫീലായാലും ഒക്കെ ഈ ജറിൻ്റെ അർഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുത്തഅദ്ദിയാക്കാൻ പറ്റും. അതേപോലെ ഹസല സെയ്ദുൻ അലൽ ലൈസൻസ്, ഹസല അല കൊണ്ട് വിട്ടു കിടക്കുക. ഹസല സെയ്ദുൻ അലൽ ലൈസൻസ്, സെയ്ദ് ലൈസൻസ് കരസ്ഥമാക്കി, ലൈസൻസ് കരസ്ഥമാക്കി. അപ്പോൾ ലൈസൻസ് മഫൂലാണ്, സെയ്ദാണ് കരസ്ഥമാക്കിയ ആൾ. സെയ്ദ് എന്താ കരസ്ഥമാക്കിയത്, ലൈസൻസാണ് കരസ്ഥമാക്കിയത്. അത് അല കൊണ്ട് വിട്ട് കടത്തിയിട്ടുള്ള മഫൂലാണ് ഈ ലൈസൻസ് എന്നുള്ളത്. ഹസല എന്നുള്ള എപ്പോഴും അതിൻ്റെ മഫൂല് അല കൊണ്ട് വിട്ട് കടത്തിയിട്ടാണ് അതിൻ്റെ മഫൂല് പറയാം. അതേപോലെ കറുബ സെയ്ദുൻ, സെയ്ദ് അടുത്തു. സെയ്ദ് ആരോട് അടുത്തു, സെയ്ദ് മദ്രസയോട് അടുത്തു, നടന്ന് മദ്രസയിലേക്ക് അടുത്തു. ഇങ്ങനെ ആരോട്, ഈ കറുബ എന്നുള്ളത് ലാസിമാണ്. അതിന് മഫ്ഊലേക്ക് വിട്ട് കടത്തൽ മിൻ എന്ന ജറിൻ്റെ അർഫ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ കറുബ സെയ്ദുൻ മിനൽ മദ്രസത്തി എന്ന് പറഞ്ഞാൽ സെയ്ദ് മദ്രസയോട് അടുത്തു. ഈ മദ്രസ എന്നുള്ളത് ജറിൻ്റെ അർഫ് ഉപയോഗിച്ചുകൊണ്ട് വിട്ട് കടത്തിയ താദിയത്ത് ചെയ്ത മഫൂലാണ്. കറുബ എന്നത് മാദിയായ ഫീലാണ്, സെയ്ദ് ഫായിലാണ്. പിന്നെ മിനൽ മദ്രസ എന്ന് ജാർ മജ്റൂറാണ്. ഇത്ര പറഞ്ഞാൽ മതി. ഈ മദ്രസ എന്നുള്ളത് അതിന് മഹല്ല് നസ്ബായിരിക്കും. മഹല്ല് മിന്നൊക്കെ വരുന്നതിന് മുമ്പേ, മിന്നൊക്കെ മുമ്പ് മഫൂലാണല്ലോ, മഹല്ലിൽ മഫൂലാണല്ലോ എന്നതിലേക്ക് നസ്ബുണ്ട്. അതിന് മഹല്ലിൽ ലഫ്ദിലുണ്ടാവില്ല, മിന്നുള്ളത് കൊണ്ട്. അങ്ങനൊന്നും പറയല, ഞാൻ ഒന്നും പറയാറില്ല. മഫൂലെന്ന് അത്രേ പറയാറുള്ളൂ. കാരണം കറുബയിലേക്ക് കറുബൻ എന്ത് ചെയ്തു, താദിയത്ത് ചെയ്തു, ഇതിലേക്ക് വിട്ട് കിടത്തി. മഫൂൽ അവൽ എന്ന് പറയാം, കാരണം ഒരു മഫൂൽ തന്നെയല്ലേ ഉള്ളൂ, മഫൂൽ അവലാണ്. പക്ഷേ അങ്ങനെ ഒന്നാമത്തെ മഫൂല് അങ്ങനെ പറഞ്ഞ് കണ്ടിട്ടില്ല കേട്ടോ. മഫൂലാണത്. മഫൂലാകുമ്പോൾ ഒന്നാമത്തെ മഫൂൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ചില വസനുകൾ എപ്പോഴും ലാസിമായിട്ട് മാത്രം വരുന്ന വസനുകളുണ്ട്. ഫീലുകളെ കൂട്ടത്തിൽ ഒരുപാട് വസനുകളുണ്ടല്ലോ ഫീലിൻ്റെ കൂട്ടത്തിൽ. അഫ് അല, ഫ അല, ഫ അല, തഫ അല, തഫ അല, ഇൻഫ അല, ഇഫ്ത അല, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വസനുകൾ ഫീലിലുണ്ട്. അതൊക്കെ പഠിച്ചിട്ടുണ്ടോ വസനുകളൊക്കെ, ഓരോ ഫീലുകളുടെ വസനുകൾ? സുലാസി മുജറദ് തന്നെ 5 വസനുകളുണ്ട്. അതേപോലെ തുലാസി മസീദിൽ 14 വസനുകളുണ്ട്. റുബായി മുജറദിൽ 1 വസനാണുള്ളത്. റുബായി മസീദിൽ 3 വസനുണ്ട്. പിന്നെ ഈ റുബായികളിൽപ്പെട്ട ഓരോന്നിനും അതിൻ്റെ മുൽഹക്കാത്തായിട്ട് ഒരുപാട് വസനുകൾ വേറെ വരുന്നുണ്ട്. മുത്തഫല്ലി ആയിട്ട് അങ്ങനെ അതെ അതെ അതെ, അങ്ങനെ ഒരക്ഷരം അധികം വന്നത് അഫ് അല, ഫ അല, ഫ അലയാണ്. 2 അക്ഷരം വരുന്നതാണ് ഇൻഫ അല, ഇഫ്ത അല തുടങ്ങിയ പേര്. അതെ, ഇഫ് അല്ല. അങ്ങനെ ഒരുപാട് വസനുകളുണ്ട്. ആ വസനുകളുടെ കൂട്ടത്തിൽ ചില വസനുകളിലുള്ള ഫെയില് എപ്പോഴും ലാസിമായിട്ട് മാത്രം വരുന്ന വസനുകളുണ്ട്. ആ വസനുകളാണ് 10 വസനുകൾ. ഒന്ന് ഇഫ് അല്ല വസന്. ഇഫ് അല്ല വസനിൽ വരുന്ന എല്ലാ ഫെയിലും ലാസിമായിരിക്കും. ഇഹ്മറ ചുവന്നു എന്നർത്ഥം, അത് ലാസിമല്ലേ. ഇസ്ഫറ മഞ്ഞ നിറത്തിലുള്ളതായി, ഇഖ്ലറ പച്ച നിറത്തിലുള്ളതായി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ലാസിമാണ്. എന്നതുപോലെ ഇൻഫഅല വസന് അതെപ്പോഴും ലാസിമായിരിക്കും. ഇപ്പോൾ ഇൻഖത മുറിഞ്ഞു, ഇന്തലക പോയി, ഇന്തമല ഈ കുരു ഉള്ളതായി എന്നർത്ഥം. ഈ ദുമ്മലുണ്ടല്ലോ നമ്മളെ ചോരക്കുരു ഉള്ളതായി എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫീലുകളൊക്കെ ലാസിമായ അർത്ഥങ്ങളാണ്. അതല്ല ഇഫ് അലല്ല വസന്, ഇഫ് അലല്ല വസന്. ഇക്ഷറ എന്ന് പറഞ്ഞാൽ ഈ തരിച്ചു, കോരിത്തരിച്ചു എന്നൊക്കെ പറയുമല്ലോ, ഇതാണ് ഇക്ഷറ. ഇതുമാന്ന ശാന്തനായി, അതൊക്കെ ഇപ്പോൾ ലാസിമായിട്ട് വരാം. ഇഫ് അൻലല വസന് ഇഖ് അൻസസ, ഇസ്ലങ്ക, ഇഹ്റഞ്ചമ. ഇഖ് അൻസസ എന്നൊക്കെ പറഞ്ഞാൽ നെഞ്ചുന്തിയവനായി എന്നൊക്കെ ഇഖ് അൻസസ എന്ന വാക്കിനർത്ഥം. അതൊക്കെ ലാസിമായ അർത്ഥങ്ങളാണ്. തഫഅലല, തദഹറജ ഉരുണ്ടു എന്നർത്ഥം. തദഹറജ ഉരുണ്ടു, അതൊക്കെ ലാസിമാണ്. ഉരുട്ടി എന്ന് പറയുമ്പോൾ ദഹറജ എന്ന് പറയുമ്പോൾ അത് മുത്തഅദ്ദിയാണ്. ദഹറജ, തദഹറജ ഉരുണ്ടു എന്നർത്ഥം. അത് തഫഅലല വസനാണ് ലാസിമായിട്ട് വരാൻ.
അതേപോലെ ഇഫ് അവല എന്ന് പറഞ്ഞാൽ ഇജ്ലവ്വദ എന്നർത്ഥം, വേഗത്തിൽ സഞ്ചരിച്ചു എന്നൊക്കെ അർത്ഥം. ഫഉല വസന് പിന്നെ ളുഫ വൃത്തിയുള്ളവനായി, ഹസുന ഭംഗിയുള്ളവനായി ഒക്കെ ലാസിമായിട്ട് വരാം. ഇഫ് അല വസന് ഇഴ്ശൗശബ പുല്ല് മുളച്ചതായി എന്നർത്ഥം. ഇഴ്ശൗശബത്തിൽ അറുതു ഭൂമി മഴ പെയ്തതിന് ശേഷം ഇഴ്ശൗശബത്തിൽ അറുതു ഭൂമി പുല്ല് മുളച്ചതായി എന്ന് പറയും. അതൊക്കെ ലാസിമാണ്. ഇഫ് ആല്ല അത് ഇഹ്മാറ വസന് ഇഹ്മറ പോലെ തന്നെ ചുവന്നു എന്നർത്ഥം. ഇഹ്മറ ചുവന്നു, ഇഹ്മാറ പതിയെ ചുവന്നു, ഇങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ ലാസിമാണ്. ഇങ്ങനെ ലാസിമായിട്ട് മാത്രം വരുന്ന വസനുകളാണ് ഈ പറയപ്പെട്ട വസനുകളൊക്കെ. ഇഫ് അല്ല ഇൻഫഅല, ഇഫ് അലല്ല, ഇഫ് അൻലല, തഫഅലല, ഇഫ് അവല, ഫഉല, ഇഫ് അവല, ഇഫ് അല്ല. ഇത് പഠിക്കാനുള്ള ഒരു ബൈത്ത്, ഇത് എല്ലാ 10 വസനവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബൈത്താണ്. വളിഉഫു ഖംസത്തിൻ മിനൽ അബ്വാബി ലാസിമത്തുൻ അബദൻ ബിലർത്തിയാബി എന്ന് പറഞ്ഞുകൊണ്ട് 10 വസന ഇടുന്നുണ്ട്. ഇഫ് അല്ല, ഇൻഫഅല, ഫഅലല്ല, ഫഅല്ലല, തഫഅല, ലഫഅവല, ഫഉല, ഫഉഅല, ഇഫ് അല്ല, ഇഫ് അൻല, ഇങ്ങനെ 10 എണ്ണം. തമ്മ അദ്ദുഹ എണ്ണം പൂർത്തിയായി. വഗൈറുഹ ലവാസിമിൻ വദിദ്ദുഹ ഈ 10 എണ്ണം അല്ലാത്തത് ലാസിമും മുതഅദ്ദി ഇടയ്ക്ക് വരാം. പക്ഷേ ഈ 10 എണ്ണം എപ്പോഴും ലാസിമായിട്ടേ വരുള്ളൂ. ബൈത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വളിഉഫു ഖംസത്തിൻ 5ൻ്റെ ഇരട്ടി, അതായത് 10 മിനൽ അബ്വാബി ബാബുകളിൽ നിന്ന്, അഫ്ആലുകളുടെ ബാബുകളിൽ നിന്ന് 10 ബാബുകൾ ലാസിമത്തുൻ അബദൻ എപ്പോഴും ലാസിമായിട്ട് മാത്രം വരും. ബിലർത്തിയാബി യാതൊരു സംശയമില്ല, അത് ലാസിമായിട്ടേ വരുള്ളൂ. അങ്ങനത്തെ 10 വസനുകളുണ്ട്. അതേതൊക്കെയാണ്? ഇഫ് അല്ല, ഇൻഫഅല, ഇഫ് അലല്ല, ഇഫ് അല്ലല, തഫഅലല, ഇഫ് അവല, ഫഉല, ഇഫ് ഔഅല, ഇഫ് അല്ല, ഇഫ് അൻല, ഇങ്ങനെ 10 എണ്ണം. എങ്ങനെ പാടാം? വളിഉഫു ഖംസത്തിൻ മിനൽ അബ്വാബി ലാസിമത്തുൻ അബദൻ ബിലർത്തിയാബി ഇഫ് അല്ല ഇൻഫഅല, ഫഅലല്ല, ഫഅല്ലല, തഫഅല, ലഫഅവല, ഫഉല, ഫഉഅല, ഇഫ് അല്ല, ഇഫ് അൻല, വതമ്മ അദ്ദുഹ വഗൈറുഹ ലവാസിമുൻ വദിദ്ദുഹ. ഇങ്ങനെ 10 വസനുകൾ. ഇത് ലാസിം മുതഅദ്ദിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കേട്ടോ. അല്പം ചില ചോദ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഉക്തുബുൽ ഗരീബ മിൻ മജ്മുഅത്തിൽ ജുമൽ 4. 4 ജുംലകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഒറ്റപ്പെട്ട ജുംല തിരഞ്ഞെടുക്കാനാണ്. സാറൽ ഗുബാറു ഫിന്നഹാർ, ഹബ്ബത്തിൽ റീഹു ഫിൽ ലൈലി, ഫാദൻ നഹ്റു ബഅദൽ മത്ർ, അഹറഖത്തിൻ നാറു അൽ മനാസില. ഒറ്റപ്പെട്ട ജുംല തിരഞ്ഞെടുക്കാൻ. അതെ, ഡി എന്നുള്ള. എന്താ കാരണം കണ്ടെത്തിയത്? അതെ, ഫാല, ഹബ്ബ, സാറ ഇതൊക്കെ ലാസിമായ ഫീലുകളാണ്. മുത്തഅദ്ദിയായ ഫീല് അഹറക്ക എന്ന ഫീല് മാത്രമാണ് അല്ലേ. അഹറക്കത്തിൻ നാറു അൽ മനാസില, നാറ് മനാസിലിനെ ചുട്ടുകരിച്ചു. മനാസിൽ മഫ്ഊലാണ്. ബാക്കിയൊക്കെ ലാസിമായ ഫീലുകളാണ്. സാറൽ ഗുബാറു എന്ന് പറഞ്ഞാൽ പൊടി പാറി, ഫിന്നഹാരി പകലിൽ, ഹബ്ബത്തിൽ റീഹു കാറ്റടിച്ച് വീശി, ഫില്ലയിൽ രാത്രിയിൽ, ഫാദൻ നെഹ്റു ബഅദൽ മത്ർ മഴ പെയ്തതിന് ശേഷം, പുഴ കവിഞ്ഞൊഴുകി. ഇതൊക്കെയാണ്. അടുത്തത് സിലത്തു ഹസല. ഹസല എന്നതിൻ്റെ സില, അതായത് ഹസല എന്നതിനെ മുത്തഅദ്ദിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജറിൻ്റെ ഹർഫ് ഏതാണെന്നാണ് ചോദ്യം. സിലത്തു ഹസല ഇല, അല, ബി, ഹസല അല. ഹസല എന്നതിനെ അല കൊണ്ടാണ് മുത്തഅദ്ദിയത്ത് ചെയ്യാറ്. ഹസൽത്തു അല ലൈസൻസ്. പലപ്പോഴും വരാറുണ്ട് ഹസല അലൽ ജായിസ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ പ്രൊഫൈലൊക്കെ വായിക്കുമ്പോൾ വരാറുണ്ട്. പിന്നെ ഫസ്റ്റത്തത് ഡി ആണ്, രണ്ടാമത്തത് ബി ആണ്, മൂന്നാമത്തെ അക്മിൽ. കറുബത്തിഫ്ലു ഡാഷ്, കറുബത്തിഫ്ലു ഡാഷ് കറുബ് മിന്നോണ്ട് വിട്ട് കിടക്കുന്ന പേരാണ്. കറുബത്തിഫിൽ കുട്ടി അടുത്തു, മിന്നൽ കിത്ത് പൂച്ചയോട് അടുത്തു എന്നർത്ഥം അല്ലേ. ഓക്കെ, കുറഞ്ഞ ചോദ്യങ്ങൾ അതിൽ ശ്രദ്ധയപ്പെട്ടിട്ടുള്ളൂ. വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒന്ന് പാഠവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും. ഇന്നലെ എങ്ങനെ
കറുവ മിന്ന ഉണ്ടാവുക. പിന്നെ ഇന്നലെ സ്വബാഹുൽ ഖൈർ ചോദിച്ചിരുന്നു. സ്വബാഹുൽ ഖൈർ, ഈ സ്വബാഹുൽ ഖൈർ അല്ലെങ്കിൽ മസാഉൽ ഖൈർ അങ്ങനെയൊക്കെ പറയാം. അത് ഒരു കളയപ്പെട്ട മുബത്തദിൻ്റെ ഖബറായിട്ടാണ് അങ്ങനെ പറയുമ്പോൾ തർക്കീബായിട്ട് വരാം. ഇപ്പോൾ സ്വബാഹുക്ക സ്വബാഹുൽ ഖൈർ, നിൻ്റെ പ്രഭാതം ഖൈറിൻ്റെ പ്രഭാതമാകുന്നു. അങ്ങനെ ഒരു കളയപ്പെട്ട മുബത്തദിൻ്റെ ഖബറായിട്ടാണ് സ്വബാഹുൽ ഖൈർ എന്ന് പറയുമ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയും പറയാം. പിന്നീട് നോക്കിയപ്പോഴാണ് ശ്രദ്ധപ്പെട്ടത്. സ്വബാഹുൽ ഖൈർ, മസാഉൽ ഖൈർ അങ്ങനെയൊക്കെ പറയാം. ഇന്നലെ ചോദിച്ചിരുന്നല്ലോ അല്ലേ? ഓർക്കണം. ഇന്നലെ ചോദിച്ച വെറുതെ ഉണ്ടോ? ഇല്ലേ? വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓക്കെ, അതിൻ്റെ ചെയ്താലോ? നമുക്ക് ബിനാ ഇറാബ് ബിനാവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. നോട്ട്സുകളൊക്കെ ഉള്ളവരൊക്കെ നോക്കി റെഡി ആയി വരും കേട്ടോ. ഓക്കെ, ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഅക്കും. അസ്സലാമു